PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ട് പോവുക. ഉറപ്പായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് 10 മണിക്കാണ് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നത്. കൂടാതെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സും രാത്രി 8 മണിക്ക് ഓരോ ടോപ്പിക്ക് വൈസ് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും ലൈവായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ എല്ലാവരും കാണുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ്സുകൾ മിസ്സായി പോവാതിരിക്കാനും അതുപോലെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ എല്ലാം PDF ഒക്കെ ലഭിക്കാനുമായിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ വർഷം. ആർദ്രം പദ്ധതി നടപ്പിലാക്കിയ വർഷം എത്രയാ? ഓപ്ഷൻ എ ആണ് 2016. 2016 ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൺ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കേരള സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് K-ഫോൺ പദ്ധതി. K-ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? K-ഫോൺ ആണ് K-ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ K-ഫോണിൻ്റെ ഫുൾ ഫോം ആദ്യം തന്നെ പഠിച്ചിരിക്കുക. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. എന്താണ്? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് K-ഫോൺ എന്ന് പറയുന്നത്. K-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ മാസം 5-ാം തീയതിയാണ്. 2023 ജൂൺ മാസം 5-ാം തീയതിയാണ് K-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സംസ്ഥാനം മുഴുവൻ ജനങ്ങൾക്കും ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത്? K-ഫോൺ പദ്ധതി. സംസ്ഥാനം മുഴുവൻ ജനങ്ങൾക്കും ഇന്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതിയാണ് K-ഫോൺ പദ്ധതി. ഇത് നടപ്പിലാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? KECBയും കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തുല്യ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് K-ഫോൺ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ K-ഫോൺ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഹലോ ടാക്സി. എന്താണ്? ഓപ്പറേഷൻ ഹലോ ടാക്സി. ഓപ്പറേഷൻ ഹലോ ടാക്സി എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോഗ്രാമാ? വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി എന്ന് പറയുന്നത്. ഇത് കേരള മോട്ടോർ വാഹന വകുപ്പാണ് നടപ്പിലാക്കുന്നത്. വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വനിതാ ശിശുവികസന വകുപ്പ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? കാവൽ പ്ലസ് എന്ന് പറയുന്നത്. വനിതാ ശിശുവികസന വകുപ്പ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ്. അതുപോലെ ശരണബാല്യം ഇമ്പോർട്ടൻ്റ് ആണ്. ശരണബാല്യം എന്ന് പറയുന്നത് വനിതാ ശിശുവികസന വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ശരണബാല്യം എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. കാവൽ പ്ലസ് എന്തായിരുന്നു? പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് സുരക്ഷിതത്വം അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പാക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പ്ലസ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേഷൻ കാവൽ. ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്ന പദ്ധതി എന്തോന്നാണ്? ഗുണ്ടാ പ്രവർത്തനം, മയക്കുമരുന്ന്, മണൽക്കടത്ത്, മറ്റു കള്ളക്കടത്തുകൾ തടയുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ്
എന്ത് ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്നത് കേട്ടോ. ഗുണ്ടാപ്രവർത്തനം, മയക്കുമരുന്ന്, മണൽക്കടത്ത്, കള്ളക്കടത്തുകൾ എന്നിവ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൗര തേജസ് എന്ന് പറയുന്ന പദ്ധതിയാണ്. സൗര തേജസ് എന്ന് പറയുന്ന പദ്ധതി അനേർട്ടാണ് നടപ്പിലാക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള അനേർട്ടിന്റെ പദ്ധതിയാണ് സൗര തേജസ്. ഓക്കെ, ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനേർട്ടിന്റെ പദ്ധതിയാണ് സൗര തേജസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ സേഫ് എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഡി സേഫ് എന്നും പറയും. ഡിജിറ്റൽ സേഫ് അല്ലെങ്കിൽ ഡി സേഫ് എന്ന് പറയുന്നത് യുണിസെഫിന്റെ സഹകരണത്തോടു കൂടി കേരള പോലീസ് നടപ്പിലാക്കിയ സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ്. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക. ഓക്കെ, സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ സേഫ് അല്ലെങ്കിൽ ഡി സേഫ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് കൂടും കോഴിയും എന്ന് പറയുന്നത് സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കൂടും കോഴിയും എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കുക. നെക്സ്റ്റ് കരുതൽ എന്ന് പറയുന്ന പദ്ധതി കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന ക്യാമ്പയിനാണ് കരുതൽ എന്ന് പറയുന്നത്. കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? കരുതൽ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തതാണ് ചിരി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പദ്ധതിയാണ് ബ്ലോസം എന്ന് വെച്ചാൽ എന്താ? കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കുന്നത് മാജിക് അക്കാഡമിയും നബാർഡും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ടാണ്. അപ്പോൾ ബ്ലോസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് മാജിക് അക്കാഡമിയും നബാർഡും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബ്ലോസം എന്ന് പറയുന്ന പദ്ധതി. ബ്ലോസം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ്? സ്നേഹസ്പർശം എന്ന് വെച്ചാൽ ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് പ്രായപരിധിയുണ്ട്. 65 വയസ്സാണ് പ്രായപരിധി. അപ്പം അങ്ങനെയുള്ളവർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്ത പദ്ധതി ഉണർവ് എന്ന് പറയുന്നത് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന എക്സൈസ് വകുപ്പിന്റെ പ്രോജക്റ്റാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രോജക്റ്റാണ് എന്ത്? ഉണർവ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് തെളിമ എന്ന് വെച്ചാൽ റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും
പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായി 2021 നവംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. തെളിമ ആരംഭിച്ചത് എപ്പോഴാണ്? 2021 നവംബറിലാണ് ആരംഭിച്ചത്. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായിട്ട് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് അരികെ. നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ പദ്ധതികളും പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അരികെ. അരികെ എന്ന് വെച്ചാൽ എന്താ? സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് വേണ്ടി തയ്യാറാക്കിയ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് അരികെ. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് വേണ്ടി തയ്യാറാക്കിയ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് അരികെ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിജീവനം സമാശ്വാസ പദ്ധതി. അതിജീവനം സമാശ്വാസ പദ്ധതി എന്ന് വെച്ചാൽ പ്രളയവും കോവിഡ് മഹാമാരിയും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടിലായ സംരംഭകരെ സഹായിക്കുന്നതിനും വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ആരംഭിച്ച സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം സമാശ്വാസ പദ്ധതി. പ്രളയവും കോവിഡ് മഹാമാരിയും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിട്ടുള്ള സംരംഭകരെ സഹായിക്കുന്നതിനും വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? അതിജീവനം സമാശ്വാസ പദ്ധതി. അടുത്തത് ബാലസൗഹൃദ കേരളം. ബാലസൗഹൃദ കേരളം എന്ന് വെച്ചാൽ വീടും വിദ്യാലയവും സാമൂഹിക ചുറ്റുപാടുകളും കുട്ടികൾക്ക് ഇണങ്ങുന്ന വിധം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം. വീടും വിദ്യാലയവും സാമൂഹിക ചുറ്റുപാടുകളും കുട്ടികൾക്ക് ഇണങ്ങുന്ന വിധം മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് സഹജീവനം. പദ്ധതിയുടെ പേരാണ് സഹജീവനം. സഹജീവനം എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹജീവനം. സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് സഹജീവനം എന്ന് പറയുന്നത്. അടുത്തതാണ് വയോരക്ഷ. വയോരക്ഷ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ. അപ്പോൾ വയോ എന്ന് പറയുമ്പോൾ നമുക്ക് വയസ്സായ മുതിർന്ന പൗരന്മാർ എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലെ. അപ്പം മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറയുന്നത്. വയോരക്ഷ. അടുത്ത പദ്ധതിയാണ് ഭൂമിക. ഭൂമിക എന്ന് വെച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഭൂമിക. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഭൂമിക എന്ന് പറയുന്നത്. അടുത്തത് വിദ്യാകിരണം. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാകിരണം എന്ന് വെച്ചാൽ എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പദ്ധതിയാണ് നവജീവൻ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. നവജീവൻ എന്ന് വെച്ചാൽ തൊഴിൽ രഹിതരായ 50 മുതൽ 65 പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അപ്പം തൊഴിൽ രഹിതരായ 50 മുതൽ 65 വയസ്സ് വരെ ഇടയ്ക്ക് പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് വാതിൽപ്പടി. വാതിൽപ്പടി എന്ന് പറയുന്ന പദ്ധതി എന്താണ്? അശരണർക്കും ആലംബഹീനർക്കും കരുതലൊരുക്കാനായി
കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? വാതിൽപ്പടി. അശരണർക്കും ആലംബഹീനർക്കും കരുതലൊരുക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വാതിൽപ്പടി എന്ന് പറയുന്നത്. അടുത്തത് പിങ്ക് സുരക്ഷ. പിങ്ക് സുരക്ഷാ പദ്ധതി എന്ന് വെച്ചാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവ തടയാനായിട്ട് കേരള പോലീസിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പിങ്ക് സുരക്ഷ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവ തടയാൻ കേരള പോലീസിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പിങ്ക് സുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയില്ലേ? ഇനി അടുത്ത പദ്ധതിയാണ് മംഗല്യ. മംഗല്യ എന്ന് പറയുന്ന പദ്ധതി എന്താ? സാധുക്കളായ വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ വിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരും സാമൂഹ്യനീതി വകുപ്പും കൂടെ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് മംഗല്യ പദ്ധതി. സാധുക്കളായിട്ടുള്ള വിധവകൾ, അതുപോലെ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ വിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിദ്യാമൃതം. വിദ്യാമൃതം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? നിർധനരായ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എത്തിക്കുന്നതിനായിട്ട് സിനിമാ നടൻ മമ്മൂട്ടി തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് വിദ്യാമൃതം എന്ന് പറയുന്നത്. നിർധനരായ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്നതിനായിട്ട് മമ്മൂട്ടി തുടങ്ങി വെച്ച പദ്ധതിയാണ്. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് ഇത് നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്തത് സ്നേഹയാനം. സ്നേഹയാനം പദ്ധതി എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായിട്ട് ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹയാനം. സ്നേഹയാനം എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയായിട്ട് കണക്ട് ചെയ്യാലോ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായിട്ട് ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിദ്യാതരംഗിണി. വിദ്യാതരംഗിണി എന്ന് പറയുന്ന പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനുള്ള മൊബൈൽ ഫോണിന് പലിശരഹിത വായ്പ. ഓക്കെ, ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോണിന് പലിശ രഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ്, സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോണിന് പലിശരഹിത വായ്പ നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാതരംഗിണി. അടുത്തത് കാതോർത്ത്. കാതോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് തന്നെ ആവശ്യമായ കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് തന്നെ ആവശ്യമായ കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കാനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്ത പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ. കിളിക്കൊഞ്ചൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായിരുന്നു? ഇന്റർനെറ്റ് സൗകര്യമോ ടിവിയോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് പ്രീ സ്കൂൾ കിറ്റ് നൽകുന്ന പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് സൗകര്യമോ ടിവിയോ ലഭ്യമല്ലാത്ത കുട്ടികൾക്ക് പ്രീ സ്കൂൾ കിറ്റ് നൽകുന്ന പദ്ധതിയാണ് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്നത്. അടുത്തത് സമുദ്ര. സമുദ്ര എന്ന് വെച്ചാൽ മത്സ്യവില്പന നടത്തുന്ന വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കേട്ടോ. മത്സ്യവില്പന നടത്തുന്ന വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുവാനുള്ള അവകാശം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു സമുദ്ര. കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സമുദ്ര എന്ന് പറയുന്നത്. അടുത്തത് രക്ഷാദൂത്. രക്ഷാദൂത് പദ്ധതി എന്താണ്? ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത്. ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാൻ ആരംഭിച്ച സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പും കൂടെ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത് എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് സ്പെക്ട്രം.
സ്പെക്ട്രം പദ്ധതി നടപ്പിലാക്കിയ വർഷം 2018 നവംബർ 15-നാണ്. 2018 നവംബർ 15-നാണ് നടപ്പിലാക്കിയത്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ടുള്ള ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം, ഓക്കെ, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് പുനർജനി. പുനർജനി എന്ന് വെച്ചാൽ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി. പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത്. അടുത്തത് ഹർഷം. ഹർഷം എന്ന് വെച്ചാൽ എന്താണ്? 2019 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ഹർഷം എന്ന് പറയുന്ന പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് ഹർഷം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഒപ്പം. ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് കേട്ടോ. ഒപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. പാതിരാവിലും പരിരക്ഷ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. പാതിരാവിലും പരിരക്ഷ എന്ന് വെച്ചാൽ രാത്രികാലങ്ങളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് അവർക്കരികിലെത്തി ശുശ്രൂഷ നൽകുന്നതിനായിട്ട് ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ. ഇത് ആരംഭിച്ച നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാനിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു പദ്ധതിയാണ് നിലാവ്. നിലാവ് എന്ന് വെച്ചാൽ തെരുവ് വിളക്കുകൾ LED ബൾബുകളാക്കി മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് നിലാവ്. തെരുവ് വിളക്കുകൾ LED ബൾബുകളാക്കിയിട്ട് മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് നിലാവ്. അടുത്തത് ഈ കേരളം. ഈ കേരളം എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഈ കേരളം. കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ കേരളം. അടുത്തത് നവജീവൻ. നവജീവൻ പദ്ധതി എന്താണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പാ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് വായ്പാ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് തീരമൈത്രി. തീരമൈത്രി എന്ന് പറയുന്ന പദ്ധതി. തീരമൈത്രി എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായ പെൺകുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് തീര നൈപുണ്യ എന്ന് പറയുന്നത്. ഓക്കെ, തീര നൈപുണ്യാണ് കേട്ടോ ഇത്. തീര നൈപുണ്യയും ഉണ്ട്, തീരമൈത്രിയും ഉണ്ട്, രണ്ടും കൂടെ മാറിപ്പോകരുത്. തീര നൈപുണ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് തീര നൈപുണ്യ. തീരമൈത്രി എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു നെല്ലും ഒരു മീനും എന്ന് പറയുന്ന പദ്ധതി. ഒരു നെല്ലും ഒരു മീനും എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി ആരംഭിച്ചത് കുട്ടനാട്. ഓക്കെ, അപ്പോൾ ഒരു നെല്ലും ഒരു മീനും ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് മാതൃകാ മത്സ്യഗ്രാമം. മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറയുന്ന പദ്ധതി മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ്. മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃകാ മത്സ്യ ഗ്രാമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പുനർഗേഹം പദ്ധതി. പുനർഗേഹം പദ്ധതി എന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം. മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് പുനർഗേഹം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നിഴൽ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്?
അസമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷയൊരുക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് നിഴൽ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 0 വരുന്നത്, 0. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു SCERT ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ വെച്ച് ഞാൻ ഇവിടെ പോയിന്റ്സ് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് ഗുരുത്വാകർഷണം? ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലോട്ട് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ്, ഈ ഒരു ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി എവിടെ നിന്നാലും നമുക്ക് നിവർന്നു നിൽക്കുന്നതായിട്ട് തോന്നുവാൻ കാരണം എന്താണ്? ഈ ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയിൽ നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് നിവർന്നു നിൽക്കുന്നതായിട്ടേ അനുഭവപ്പെടത്തുള്ളൂ. അതിന് കാരണം എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഈ ഭൂഗുരുത്വ ബലം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. സദിശ എന്ന് പറഞ്ഞാൽ എന്താണ്? സദിശ, ദിശയോട് കൂടിയത്, ഡയറക്ഷൻ അല്ലേ? അപ്പം അതിനെ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലോട്ട് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അപ്പം അതാണ് സദിശ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് മാസ് എന്ന് വെച്ചാൽ. മാസ് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ഉള്ളത്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണുള്ളത്. അതിലൊരു ഘടകം എന്താ? വസ്തുവിൻ്റെ മാസാണ്. ഒരു ഘടകം വസ്തുവിൻ്റെ മാസും രണ്ടാമത്തെ ഘടകം വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം, 2 ആണ്. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൂഗുരുത്വ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതാണോ തലകീഴായതാണോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സാർവിക ഗുരുത്വാകർഷണ നിയമത്തെക്കുറിച്ച് പറയാം. സാർവിക ഗുരുത്വാകർഷണ നിയമം. സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണ്? സാർവിക ഗുരുത്വാകർഷണ നിയമം അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തുണ്ട്? ഒരു ആകർഷണമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾ തമ്മിലും എന്തുണ്ട്? പരസ്പരം ഒരു ആകർഷണമുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നാണ് ഈ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. സാർവിക ഗുരുത്വാകർഷണ നിയമം പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾ തമ്മിലും ഒരു എന്തുണ്ട്? ആകർഷണമുണ്ട്. അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം, അതായത് ബലം എന്ന് പറയുമ്പോൾ ഫോഴ്സ് അല്ലേ? പരസ്പര ആകർഷണ ബലം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും. മാസുകളുടെ ഗുണനഫലം ഇപ്പോൾ നമ്മൾ എന്താണോ ഭൂമിയുടെ എടുക്കുകയാണെങ്കിൽ മാസ് m ആണ്. അപ്പോൾ m1 എടുത്തു. രണ്ടാമത്തെ വസ്തു m ആണ്, m2 എന്നെടുത്തു. അപ്പോൾ m1 m2 2 വസ്തുക്കളുടെ മാസുകളുടെ അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതം എന്ന് വെച്ചാൽ എന്താ?
അതായത് ബലം കൂടിക്കഴിഞ്ഞാൽ മാസ് കുറയും, മാസ് കൂടിക്കഴിഞ്ഞാൽ ബലം കൂടും അല്ലേ, ഒന്ന് കുറഞ്ഞാൽ മറ്റേത് കൂടും. അതാണ് എന്ത് നേരനുപാതം എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ മാസും കൂടും, മാസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സും കൂടും, മാസ് കുറഞ്ഞാൽ ഫോഴ്സ് കുറയും, ഫോഴ്സ് കുറഞ്ഞാൽ മാസ് കുറയും അല്ലേ. അപ്പം നേരനുപാതത്തിലാണ്. ഇത് കൂടിയാൽ ഇതും കൂടും, ഇത് കുറഞ്ഞാൽ ഇതും കുറയും. അതാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് നേരനുപാതത്തിലാണ്? മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. അപ്പോൾ ഒന്നിൻ്റെ മാസ് m1, രണ്ടിൻ്റെ മാസ് m2 ആണ്. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു m1 m2 എന്ന് നമുക്ക് എഴുതാം. പിന്നെന്താ പറയുന്നത്? അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഇപ്പം ഇത് രണ്ട് വസ്തുവാണ് എടുത്തോ. ഇതിൻ്റെ മാസ് m1, ഇതിൻ്റെ മാസ് m2. ഇത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് നമ്മൾ d എന്നെടുത്തു. അപ്പോൾ ഈ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ് ബലം എന്ന് പറയുന്നത്. ഇനി എന്തിന് വിപരീത അനുപാതത്തിലാണ്? അകലത്തിൻ്റെ വർഗത്തിന്. അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ F പ്രൊപ്പോർഷണൽ ടു 1/d² എന്നാണ് വരിക അല്ലേ. അപ്പോൾ ആ 1/d² എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടേക്ക് എന്തെഴുതാം? d² എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നത്. ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. F പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ d² എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഇവരുടെ ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയുടെ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഓക്കെ. അപ്പോൾ മാസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും, മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. ഇനി ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അകലം എന്ത് ചെയ്യും? കൂടും. അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. വിപരീത അനുപാതമാണല്ലോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ നമ്മൾ മാറ്റുമ്പോൾ നമ്മളൊരു ഈക്വൽ സൈൻ ഇട്ടിട്ട് ഒരു കോൺസ്റ്റൻറ്റും കൂടെ കൊടുക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? F ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ G ആണ്. G എന്ന് എഴുതിയിട്ട് m1 m2/d² എന്നായിട്ട് മാറും. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ G ഉണ്ടല്ലോ, ഈ Gനെ നമ്മൾ പറയുന്ന പേരാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. എന്താണിത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നതാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg². ഇതാണ് ജിയുടെ വാല്യൂ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കമായ ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg² എന്നുള്ളതാണ്. അപ്പോൾ ഈ ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർണയിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി നമുക്ക് സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് പഠിക്കണം. ഓക്കെ. സർ ഐസക് ന്യൂട്ടൺ കേട്ടോ. ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഈ ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാനായിട്ട് സർ ഐസക് ന്യൂട്ടൺ അവലംബിച്ചത് ആരുടെയൊക്കെ നിരീക്ഷണങ്ങളെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈക്കോ, ബ്രാഹെ, കെപ്ലർ, അതുപോലെ ഗലീലിയോ ഓക്കെ എന്നിവരുടെ നിരീക്ഷണങ്ങൾ അവലംബിച്ചിട്ടാണ് ഗുരുത്വാകർഷണ നിയമം ആരാവിഷ്കരിച്ചത്? സർ ഐസക് ന്യൂട്ടൺ ആവിഷ്കരിച്ചത്. അപ്പോൾ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിക്കാനായിട്ട് അവലംബിച്ചത് ആരുടെയൊക്കെ നിരീക്ഷണങ്ങളാണ്? ടൈക്കോ, ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെ നിരീക്ഷണങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. അതുപോലെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. കാൽക്കുലസ് എന്ന ഗണിതശാഖ രൂപകൽപ്പന ചെയ്തതും സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. കാൽക്കുലസ്
കാൽക്കുലസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും ഐസക് ന്യൂട്ടൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഐസക് ന്യൂട്ടൺ ആണ്. ജൊഹാനസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമവർഗ നിയമം ആവിഷ്കരിച്ചതും ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഇതെല്ലാം SCERT ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ വ്യുൽക്രമവർഗ നിയമം വിശദീകരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇത്രയും പോയിന്റ്സ് SCERT ഫാക്ട്സ് ആണ്. ഈ പറയുന്ന എല്ലാം SCERT ഫാക്ട്സ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്താണ് കെപ്ലർ അല്ലേ, അതായത് ഐസക് ന്യൂട്ടൺ ആരുടെയൊക്കെ നിരീക്ഷണങ്ങളെയാണ് അവലംബിച്ചിട്ടാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ അല്ലേ. അതിൽ കെപ്ലറുടെ 3 നിയമങ്ങൾ നമുക്ക് പറയുന്നുണ്ട് SCERTയിൽ, അതും കൂടെ പറയാം. കെപ്ലറുടെ നിയമങ്ങൾ, ഒന്നാം നിയമം പറയുന്നത് എന്താണ്? കെപ്ലറുടെ ഒന്നാം നിയമം, സൂര്യൻ കേന്ദ്രമാക്കിയിട്ട് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രഹങ്ങൾ എന്തുവാ ചെയ്യുന്നത്? ഗ്രഹങ്ങൾ സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് കെപ്ലറുടെ ഒന്നാം നിയമം. രണ്ടാം നിയമത്തിൽ പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. ഗ്രഹങ്ങളിൽ നിന്ന്, ഇപ്പം ഇത് ഗ്രഹമാണെങ്കിൽ ഗ്രഹങ്ങളിൽ നിന്ന് ഇവിടെ സൂര്യനിലേക്കുള്ള ആരം എന്ന് പറയുന്നത് തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. മൂന്നാമത്തെ നിയമം പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. അതായത് r³/t² ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് മൂന്നാമത്തെ നിയമം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം, അതായത് T² എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. r³/t² എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇത്രയും കിട്ടിയില്ലേ? ഇനി പ്രകൃതിയിലെ ചില ബലങ്ങൾ, എല്ലാം SCERTയിലുള്ളതാണ്. പ്രകൃതിയിലെ ചില ബലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ബലങ്ങളുണ്ട്. നമുക്കതിനെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. ഒന്ന് സമ്പർക്ക ബലം, 2 സമ്പർക്കരഹിത ബലം. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കാം. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും 2ആയിട്ട് തിരിക്കാം. ഈ സമ്പർക്ക ബലങ്ങൾ എന്നറിയപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയാ? സമ്പർക്ക ബലങ്ങളിൽ വരുന്ന ബലങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. ഓക്കെ, വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് എന്ന് വെച്ചാൽ എന്താണ്? ഇലാസ്റ്റിക് ഫോഴ്സ് കേട്ടോ. അപ്പോൾ വിസ്കസ് ഫോഴ്സ്, സർഫസ് ടെൻഷൻ, ഇലാസ്റ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. ഇതെല്ലാമാണ് എന്ത്? സമ്പർക്ക ബലങ്ങളിൽ വരുന്നത്, കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്നത്. ഇനി സമ്പർക്കരഹിത ബലങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ബലം, അതുപോലെ വൈദ്യുത കാന്തിക ബലം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. പിന്നെ ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്തിൽ വരുന്നതാണ്? സമ്പർക്കരഹിത ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്നതാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമ്മൾ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, ഒരു സമ്പർക്കരഹിത ബലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ്. സമ്പർക്ക രഹിത ബലമായ ന്യൂക്ലിയർ ബലമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
ഇങ്ങനെ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതിന് കാരണം എന്താണ്? ആ വസ്തുക്കൾക്ക് ത്വരണമുണ്ടാവുന്നത് കൊണ്ടാണ്. ഈ ത്വരണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ഭൂഗുരുത്വ ത്വരണം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് ഭൂഗുരുത്വ ത്വരണം അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ ജി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ്. അതായത് ജി എന്ന് വെച്ചാൽ എന്താ? ഭൂഗുരുത്വ ത്വരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ജി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഹെൻറി കാവൻഡിഷ് ആണ് അതിൻ്റെ വാല്യൂ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞു. എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ആണ്. ആർ എന്ന് പറയുന്നത് അകലമാണ്, ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജി കാണാനുള്ള ഇക്വേഷൻ GM/R² ആണ്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല. ഗുരുത്വാകർഷണം മൂലമുണ്ടാവുന്ന ത്വരണം ജി എന്ന് പറയുന്നത് മാസിനെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവും. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാവുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കും. കാരണം മാസിനെ ആശ്രയിക്കുന്നില്ലല്ലോ. അപ്പോൾ ത്വരണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും. എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് വീഴുന്നതിൻ്റെ ത്വരണം ഒരുപോലെ ആയിരിക്കും. ഒരു വസ്തുവിനുമേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇനി ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ജിയുടെ മൂല്യം എത്രയാണ്? 9.8 m/s² ആണ് കേട്ടോ. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s² ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ജിയുടെ മൂല്യം ഓരോ ഇടത്തും ഓരോ പോലെയാണ് കേട്ടോ. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.83 m/s² ആണ്. ഭൂമധ്യരേഖാ പ്രദേശം അപ്രോക്സിമേറ്റ്ലി 9.8 ആണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 m/s² ആണ്. ഭൂപ്രതലത്തിൽ എത്രയാണ്? 9.8 m/s² ആണ്. എന്നാൽ ചന്ദ്രനിലുള്ള ജിയുടെ വാല്യൂ ചന്ദ്രനിൽ ജിയുടെ വാല്യൂ എത്രയാണ്? ജിയുടെ മൂല്യം 1.62 m/s² ആണ്. 1.62 m/s² ആണ് ചന്ദ്രനിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? 1/6 ഭാഗമാണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ 1/6 ഭാഗമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അതിനുമേൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം എത്രയാണ്? 0 നമ്മളിവിടെ പറഞ്ഞു ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? 0. അപ്പോൾ ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അവിടെ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 എന്ന് പറയുന്നു. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബലമാണിത് ഈ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ നിന്ന് ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് എന്താണ്? സൂര്യനിൽ നിന്നും ഗുരുത്വാകർഷണ ബലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? മാസ് എന്ന് വെച്ചാൽ
ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഭാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കിലോഗ്രാം വെയിറ്റ് ആണ് കേട്ടോ. ന്യൂട്ടൺ പെർ കിലോഗ്രാം വെയിറ്റ് ആണ്. ബലം ഭാരത്തിന്റെ യൂണിറ്റ് ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ കിലോഗ്രാം വെയിറ്റ്. ബലത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ ന്യൂട്ടൺ പെർ കിലോഗ്രാം വെയിറ്റും ബലത്തിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടണുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഈ മാസ്, ദ്രവ്യത്തിന്റെ അളവെന്ന് പറഞ്ഞില്ലേ, മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സാധാരണ ത്രാസാണ് നമ്മൾ മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഭാരം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? സ്പ്രിംഗ് ത്രാസ് ആണ് ഭാരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ ത്രാസും ഭാരം അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ത്രാസാണ് സ്പ്രിംഗ് ത്രാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയില്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഓരോ ഗ്രഹത്തിലെയും ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ? അപ്പം അതിലെ ഭൂമിയിലെ നമ്മൾ പറഞ്ഞു 9.8 ആണ് ഭൂമിയുടേത്. ബുധനിൽ എത്രയാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം? 3.7 ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശുക്രനിൽ വരുന്നത് 8.9. ദെൻ ചൊവ്വയിൽ വരുന്നത് 3.7. വ്യാഴം വരുന്നത് 23.1. ശനി വരുന്നത് 9. ദെൻ യുറാനസ് വരുന്നത് 8.7. നെപ്റ്റ്യൂൺ വരുന്നത് 11.00. ഓക്കെ, 11.00. അപ്പം ഇങ്ങനെയാണ് ഓരോ ഗ്രഹത്തിലെയും ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. ഇനി 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണത്തിന് തുല്യമായ ബലം എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം ഭാരമാണ്. 1 കിലോഗ്രാം ഭാരമാണ്. അപ്പോൾ ഈ 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് എന്താണ്? 9.8 ന്യൂട്ടൺ ആണ്. ഇനി ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം. ഓക്കെ, ഒരു വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? അത് 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ ഫോൾ അഥവാ നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധ പതനം. എന്താണ് നിർബാധ പതനം? ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ, ഇപ്പം മുകളിൽ നിന്നൊരു സാധനം സ്വതന്ത്രമായി താഴോട്ട് വീഴുകയാണ്, അപ്പോൾ ഇത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ റീഡിംഗ് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ റീഡിങ്ങിൽ കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന പ്രതല ബലമാണ്. അതുപോലെ ജയന്റ് വീലിൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ജയന്റ് വീലിൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ജയന്റ് വീൽ നിർബാധം പതിക്കുന്നതിനാൽ നമ്മളിൽ പ്രതിബലം പ്രയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ജയന്റ് വീലിൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാനായിട്ട് കാരണം. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ SCERT ടെക്സ്റ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? 2 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് ഓപ്ഷൻ സി ആണ്, 39.2 ആണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷനിലോട്ട് വരാം. അതിന് മുന്നേ എന്താണ് പ്രവൃത്തി എന്ന് പറയുന്നത്? പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിൽ
ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാവുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ വസ്തുവിന്മേൽ നമ്മളൊരു ബലം പ്രയോഗിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാനിവിടെ ഒരു ഫോഴ്സ് ഇവിടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബലം പ്രയോഗിച്ച ദിശയിൽ നിന്ന് തന്നെ, അതായത് ഈ ബോക്സിന് മേൽ ഞാൻ ഇവിടെ നിന്നും ഇങ്ങനൊരു ബലം പ്രയോഗിച്ചു. അപ്പോൾ ഇതെന്ത് പറ്റി? ഈ ബോക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി അതിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബലം പ്രയോഗിച്ചത് ഈ ഡയറക്ഷനിലാണ്. അതേ ഡയറക്ഷനിൽ തന്നെ ഈ ബോക്സിന് എന്ത് ചെയ്തു? സ്ഥാനമാറ്റം സംഭവിച്ചു. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് പറയാം? ഇവിടെ ഒരു പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് പറയാം. ഇതാണ് പ്രവൃത്തി. ഓക്കെ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു. ആ ബലം പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ വസ്തുവിന് എന്ത് ചെയ്തു? ആ ബലം പ്രയോഗിച്ച സെയിം ഡയറക്ഷനിൽ തന്നെ, അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്തു? സ്ഥാനമാറ്റം ഉണ്ടായി. ഇവിടെ ഇരുന്നത് ഇപ്പുറത്തോട്ട് എത്തി, സ്ഥാനാന്തരം സംഭവിച്ചു. അപ്പോൾ നമുക്ക് പറയാം അവിടെ നമ്മൾ പ്രവൃത്തി ചെയ്തു. ഇതിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് കേട്ടോ. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടായത്? നമ്മളിവിടെ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ പ്രയോഗിച്ചു. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് നീങ്ങിയത്. അപ്പോൾ ഈ അകലം എന്ന് പറയുന്നത് എസ് മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രവൃത്തി എന്ന് പറയുമ്പോൾ വർക്ക് അല്ലേ? ഇപ്പം W = F. നമ്മൾ കൊടുത്ത ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ് ബലം F ഇൻറ്റു സ്ഥാനാന്തരം. എത്രയാണ് സ്ഥാനാന്തരം? എസ് ആണ് ഉണ്ടായത്. അപ്പോൾ എസ് എന്ന് പറയുന്നത്, അപ്പോൾ W = F ഇൻറ്റു എസ് ആണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ. പ്രവൃത്തി സമം ബലം ഇൻറ്റു സ്ഥാനാന്തരം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പ്രയോഗിച്ച ബലമാണ് എഫ്. എത്രത്തോളം ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു, എത്ര മീറ്റർ ആണ്, അതാണ് എസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്ത വർക്ക് = F ഇൻറ്റു എസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താനായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെയാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 100 ഗ്രാമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താനായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? 1 ജൂൾ എന്ന് പറയുന്നത്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബലം ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഭാരമുള്ളൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? വലിക്കുകയാണ്. ഈ ഡയറക്ഷനിലോട്ടാണ് ഞാനിങ്ങനെ വലിക്കുന്നത്. അപ്പം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ഇതേ ഒരു ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ദിശയിൽ എന്ത് ചെയ്യും? ഈ വസ്തു വലിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിൽ എന്ത് സംഭവിച്ചു? ഇതിന് സ്ഥാനാന്തരം ഉണ്ടായി, വലിച്ചു. അപ്പോൾ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഇത് പോസിറ്റീവാണ്. ഓക്കെ, തറ പ്രയോഗിച്ച് ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്താ? നെഗറ്റീവാണ്. ഇനി ഒരു വസ്തു മുകളിലേക്ക് h മീറ്റർ ഉയർത്തുമ്പോൾ ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ മുകളിലോട്ട് ഉയർത്തുകയാണ്. എത്ര മീറ്ററാ? h മീറ്റർ നമ്മൾ മുകളിലോട്ട് ഉയർത്തി. അങ്ങനെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് -W = mgh ആയിരിക്കും. -W = mgh ആയിരിക്കും. ഒരു വസ്തു മുകളിലോട്ട് h മീറ്റർ ഉയർത്തി കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് നെഗറ്റീവ് വർക്കാണ് വരിക. -W = mgh ആയിരിക്കും. പ്രവൃത്തിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ഇക്വേഷൻ നമ്മൾ പറഞ്ഞു W = F ഇൻറ്റു എസ് ആണെന്ന്. ഡയമെൻഷൻ ഫോർമുല പഠിച്ചിരിക്കുക. ml² T⁻². ml² T⁻² എന്നുള്ളതാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. 1 ജൂൾ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് പഠിച്ചിരിക്കണം. 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ടാണ്. 1 ജൂൾ പെർ സെക്കൻഡ് 1 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000
വാട്ടാണ്. 1000 വാട്ടാണ്. ഒരു മെഗാ വാട്ട് എന്ന് പറയുന്നത് 10⁻6 വാട്ടാണ്. 10⁻6 വാട്ടാണ്. ഇത് ഒരു ടേബിളായിട്ട് തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത് 10⁻6 വാട്ടാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്താ, W ഈസ് ഈക്വൽ ടു mgh എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. W ഈസ് ഈക്വൽ ടു mgh ആണ്. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ ആണ് W ഈസ് ഈക്വൽ ടു mgh. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ W എന്ന് പറയുന്നത് എന്താ, W എന്ന് പറയുന്നത് വർക്കാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്രവൃത്തിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നതിൽ m നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ, മാസ് 2 കിലോഗ്രാം. അപ്പം m ഇസ് ഈക്വൽ ടു 2 kg എന്ന് തന്നിട്ടുണ്ട്. ഇനി ജിയുടെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു. ജിയുടെ വാല്യൂ എത്രയാ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് എച്ച് എന്ന് പറയുന്നത് എത്രയാ, എച്ച് എന്ന് പറയുന്നത് ഉയരം. അതായത് ഇവിടെ 2 മീറ്റർ ആണ് ഉയർത്തിയത് നമ്മുടെ ചോദ്യത്തിൽ അല്ലേ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 2 മീറ്റർ ആണ്. അപ്പോൾ എമ്മും കിട്ടി, ജിയും കിട്ടി, എച്ചും കിട്ടി. നമുക്ക് W കണ്ടുകൂടെ. W കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ ഗുണിച്ചാൽ മതി. W ഈസ് ഈക്വൽ ടു mgh ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 2, ജിയുടെ സ്ഥാനത്ത് 9.8 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് എന്താ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. എത്രയാണ് വരുന്നത്, 9.8 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്, 39.2 ജൂൾ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, W ഈസ് ഈക്വൽ ടു mgh എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞല്ലോ. ഇനി എന്താണ് ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. ജൂൾ, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ചോദിക്കും, അത് എർഗാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്, എർഗാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ്. ഇത് രണ്ടും പഠിച്ചിരിക്കണം. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഈ ഊർജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ, തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് തോമസ് യങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും കിട്ടിയില്ലേ. ഇനി നമ്മൾ പറഞ്ഞു പ്രവൃത്തി പറഞ്ഞു അല്ലേ, ഊർജം എന്താന്ന് പറഞ്ഞു. ഈ ഊർജം തന്നെ പലതരത്തിലുണ്ട്. സ്ഥിതികോർജം, ഗതികോർജം എന്നിങ്ങനെ 2 തരത്തിലാണ് നമുക്ക് ഊർജം വരുന്നത്. അപ്പോൾ അതിൽ സ്ഥിതികോർജം എന്താണ്, സ്ഥിതികോർജം എന്ന് വെച്ചാൽ എന്താ, ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാവുന്നതിനെയാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ഉണ്ടാവുന്ന ഊർജത്തെയാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരം കൂടിയെന്ന് വിചാരിക്കാം. വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ത് സംഭവിക്കും, കൂടുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടിയാൽ വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ത് സംഭവിക്കും, സ്ഥിതികോർജവും കൂടുകയാണ് ചെയ്യുന്നത്. ജലസംഭരണിയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്താണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജത്തിന് എക്സാമ്പിൾ ആണ് ജലസംഭരണിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലസംഭരണി അല്ലെങ്കിൽ കെട്ടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ടാങ്കിലുള്ള വെള്ളം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതെല്ലാം സ്ഥിതികോർജമാണ് എന്ന് പറയാം. അപ്പം സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്,
എം ജി എച്ച് ആണ്. എം ജി എച്ച്. എം എന്ന് പറയുന്നത് മാസ്, ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഉയരം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ജൂളാണ്. യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജൂളാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്തത് ഗതികോർജം. സ്ഥിതികോർജം നമ്മൾ പറഞ്ഞു. ഗതികോർജം. ഗതികോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന് അതിനെ ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജത്തെയാണ് ഗതികോർജം എന്ന് പറയുന്നത്. സ്ഥാനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മൾ പറഞ്ഞില്ലേ ടാങ്കിൽ. ഇനി ചലനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജമാണ് ഗതികോർജം എന്ന് പറയുന്നത്, അഥവാ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയും. ഇതിന് എക്സാമ്പിൾ എന്താ? ഒഴുകുന്ന ജലം. ഒഴുകുന്ന ജലം. വീഴുന്ന വസ്തുക്കൾ. വീഴുന്ന വസ്തുക്കൾ. പായുന്ന ബുള്ളറ്റ്. പായുന്ന ബുള്ളറ്റ്. ഇതെല്ലാം എന്താണ്? ഗതികോർജത്തിന് എക്സാമ്പിളാണ്. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടു കൂടി ചലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഗതികോർജം കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം ഇ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ മാസ്, വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗം. പ്രവേഗം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടു കൂടി ചലിക്കുമ്പോൾ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി എന്ന് വിചാരിക്കാം. പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇക്വേഷന് നമുക്ക് ഇട്ട് കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് അല്ലേ? വി ആണ് പ്രവേഗം. അത് ഗതികോർജം പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രവേഗം ഇരട്ടി എന്ന് പറയുമ്പോൾ വി സ്ക്വയർ എന്നുള്ളത് എന്തായിട്ട് മാറും? 2v ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറും അല്ലേ? അപ്പോൾ 2v ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു എം. 2 എന്ന് പറയുമ്പോൾ 2നും ഇതിനും ബാധകമാണ് അല്ലേ? 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ വിൻ്റെ സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 4ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 4 മടങ്ങ് വർദ്ധിക്കും അല്ലേ? അപ്പോൾ ഇതെന്തായിട്ട് മാറും? 4 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്നായിട്ട് മാറില്ലേ? അപ്പം 4 ഇരട്ടി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? 4 മടങ്ങ് വർദ്ധിക്കും. 4 മടങ്ങ് എന്ത് ചെയ്യും? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രവേഗം ഇരട്ടിയായി, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? 4 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഗതികോർജം കൂടും എന്നുള്ളത് ഓർത്തിരിക്കുക. മുകളിലോട്ട് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം എന്ത് ചെയ്യും? കുറയും. എന്നാൽ സ്ഥിതികോർജം എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. മുകളിലോട്ട് എറിയുന്ന വസ്തുവിൻ്റെ ഗതികോർജം കുറയും, സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഗതികോർജം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് കേട്ടോ. ഒരു അതിശ അളവാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ബാഹ്യശക്തി ചെയ്യുന്ന പ്രവൃത്തി mgh ആണ് നമ്മൾ പറഞ്ഞു. ഈ പ്രവൃത്തി സ്ഥിതികോർജമായിട്ട് സംഭരിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഊർജത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞു, ഊർജം എന്താണെന്ന് പറഞ്ഞു, വിവിധ തരത്തിലുള്ള ഊർജം അല്ലേ, സ്ഥിതികോർജം എന്താണെന്ന് പറഞ്ഞു, ഗതികോർജം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, മരീചിക എന്ന പ്രതിഭാസം ഏത് മൂലമാണ് ഉണ്ടാവുന്നത്? മരീചിക ഓപ്ഷൻ ബി ആണ് കേട്ടോ, പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പോൾ കുറേ പേരായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചതാണ് അപവർത്തനമല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ ആൻസർ വരിക എന്നുള്ളത്. അത് ചില റാങ്ക് ഫയലുകളിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. മരീചിക എന്ന് പറയുന്നത് പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്, ഒരിക്കലും എന്തല്ല, അപവർത്തനം അല്ല. അങ്ങനെ ആരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ മാറ്റിക്കോളാം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് മരീചിക, അപവർത്തനമല്ല. അത് തെറ്റായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ എന്താണ് ഈ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. എല്ലാ പ്രകാശ പ്രതിഭാസങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മരീചിക എന്ന് പറയുന്ന പ്രതിഭാസം എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം മൂലമാണ് മരീചിക ഉണ്ടാവുന്നത്. അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പ്രകാശ പ്രതിഭാസങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് പ്രതിഫലനം എന്ന് പഠിക്കണം.
പ്രതിഫലനം എന്ന് വെച്ചാൽ എന്താ? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് പ്രതിഫലനം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി പഠിച്ചിരിക്കേണ്ട അടുത്തൊരു ടേമാണ് പതന കിരണം. പതന കിരണം അഥവാ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ എന്താണിത്? ഒരു പ്രതലത്തിലോട്ട് ഇങ്ങനെ വന്ന് പതിക്കുന്ന, ഇപ്പം ഇത് പതിക്കുകയാണ്, പതിക്കുന്ന ആ ഒരു കിരണങ്ങളെയാണ് പതന കിരണം എന്ന് പറയാം. അപ്പം ഇങ്ങനെ വന്ന് പതിച്ച് അതിങ്ങനെ തിരിച്ചു പോകും അല്ലേ? അപ്പം ഇങ്ങനെ തിരിച്ചു പോകുന്ന ഈ ഒരു കിരണത്തെ എന്താന്ന് പറയാ? പ്രതിപതന കിരണം എന്നാണ് പറയുന്നത്. പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രതിഫലനം എന്ന് വെച്ചാൽ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ്. പ്രതിപതനം എന്ന് പറഞ്ഞാൽ, പതന കിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങളാണ് പതന കിരണം. പ്രതലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന കിരണമാണ് പ്രതിപതന കിരണം, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ പ്രതിഭാസങ്ങളായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇവിടെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം നോക്കാം. പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്നതിനെയാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവിടെ സാന്ദ്രത കൂടിയ മീഡിയം വായു ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ജലം. സാന്ദ്രത കുറഞ്ഞ മീഡിയമായിട്ടുള്ള ജലം ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് മാധ്യമമായല്ലോ. ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് ഇങ്ങനെ എന്ത് വരുന്നുണ്ട്? പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോൺ. ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം നമ്മൾ പറയണം. ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് അറിഞ്ഞാലാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ കോൺ? അതായത് ഇവിടെ ഇങ്ങനെ വന്ന് പതിക്കുന്നുണ്ടല്ലോ, ഇത് നമ്മൾ പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനെ വരുവാണ്, ഇതിങ്ങനെ വന്ന് ഇത് എങ്ങനെ ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഞാനൊരു ലംബം വരയ്ക്കുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലംബം വരയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് പതന കോണാണ്, ഇത് ചെന്ന് പതിക്കുന്നതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് വന്ന് പതിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പതന കോണാണ്, ഇത് കൂടിയ മാധ്യമമാണ് എന്ന് വിചാരിക്കാം, ഇത് കുറഞ്ഞ മാധ്യമമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പതന കോണാണ്. ഇത് ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് എന്ത്? അപവർത്തന കോൺ എന്ന് പറയും. അപവർത്തന കോൺ. അപ്പോൾ പതന കോൺ എത്ര ഡിഗ്രി ആകുമ്പോഴാണ് അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്നത്? ഓക്കെ, ഇവിടുത്തെ അപവർത്തന കോൺ ഉണ്ടല്ലോ. അപ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആവാൻ പതന കോൺ എത്ര വേണം? അപവർത്തന കോണ് 90 ഡിഗ്രി ആവാൻ പതന കോൺ എത്ര ഡിഗ്രി ആവണമോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക, ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപവർത്തന കോണ് 90 ഡിഗ്രി ആവാൻ പതന കോൺ എത്രയാകണമോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6 ഡിഗ്രിയാണ്. 48.6 ഡിഗ്രിയാണ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യുന്നു?
ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടിയ ഒരു പതനകോണിൽ പ്രകാശരശ്മി പതിക്കുന്ന സമയത്ത് ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ എന്ത് ചെയ്യുന്നു? അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെ ഇങ്ങനെ വന്ന് വരുന്ന ഒരു പതനകോൺ. ഇപ്പം നമ്മളിവിടെ ഒരു ലംബം വരയ്ക്കുകയാണ്. ഇതാണ് ലംബം. ഇതിവിടെ ഇങ്ങനെ വന്ന് പതിക്കുന്നു. അപ്പോൾ ഇതെന്തായി? പതനകോണായി. പതനകോൺ ഇതിവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ അപവർത്തന കോണായി. അപ്പോൾ ഈ അപവർത്തന കോണ് 90 ഡിഗ്രി ആവാനായിട്ട് പതനകോൺ എത്ര ഡിഗ്രി ആവണമോ അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഒരു പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അപവർത്തനത്തിന് വിധേയമാകാതെ, അതായത് അത് അങ്ങോട്ട് പോവാതെ തിരിച്ച് തന്നെ വരുന്നു. ഓക്കെ, തിരിച്ച് ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നതിനെയാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്, പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ മരീചിക എന്ന് പറയുന്നത്. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാവുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം മൂലമാണ്. അടുത്ത ഒരു എക്സാമ്പിൾ ആണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പ്രതിഭാസമാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഓക്കെ, എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം മൂലം പ്രവർത്തിക്കുന്നതാണ് എൻഡോസ്കോപ്പി, ഒപ്റ്റിക്കൽ ഫൈബർ, മരീചികയിലെല്ലാം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത പ്രതിഭാസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപവർത്തനം ആണ്. എന്താണ് പഠിക്കുന്നത്? അപവർത്തനം. ഓക്കെ, അപവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മാധ്യമത്തിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് വായു ഒരു മാധ്യമമാണ്. ഇവിടെ മറ്റൊരു വ്യത്യസ്തമായ മാധ്യമം, നമുക്ക് ജലം എടുക്കാം. അപ്പോൾ ഇങ്ങനെ ജലം എന്ന് പറയുന്ന ഒരു മാധ്യമം ഇവിടെയുണ്ട്. ഇപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളായി. ഇതിൽ പ്രകാശം എന്ത് ചെയ്യുന്നു? വായു എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഇത് ഇങ്ങനെ വന്നു. ഇവിടെ അടുത്ത മാധ്യമത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ഈ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? നേരെ ഇങ്ങനെ പോവേണ്ട ഈ രശ്മി എന്ത് ചെയ്യുന്നു? ഇത് നേരെ പോകേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ആ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ച് ഇങ്ങനെ പോവേണ്ട ഈ രശ്മി കുറച്ചിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകുന്നു, ഒടിഞ്ഞു പോകുന്നു. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഈ രശ്മി നേരെ പോവേണ്ടതാ, പക്ഷെ അത് എന്ത് ചെയ്തു? കുറച്ച് ചെരിഞ്ഞ് വ്യതിയാനം സംഭവിച്ചു, പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപവർത്തനത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. അതുപോലെ ഇപ്പം നമ്മളൊരു ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചിങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. അതിൽ നമ്മളൊരു വടി ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. ഒരു വടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വടി നമുക്ക് കുറച്ചിങ്ങനെ വളഞ്ഞ് ഇരിക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും അല്ലേ? വടി കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അതെന്താണ് അതിന് കാരണം? അപവർത്തനമാണ്. പാതയ്ക്ക്, അതായത് മറ്റൊരു മാധ്യമത്തിലോട്ട് കടന്നപ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്കത് വളഞ്ഞതായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പം അതും അപവർത്തനമാണ് അതിന് കാരണം. അതുപോലെ സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും, സൂര്യോദയത്തിന് മുൻപും
സൂര്യാസ്തമയത്തിന് ശേഷവും എന്തു ചെയ്യും? നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും. സൂര്യപ്രകാശം സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും കുറച്ച് സൂര്യപ്രകാശം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് കാരണം എന്താണ്? അതും അപവർത്തനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മരീചിക എന്ന് പറയുന്ന പേര് ഇവിടെ പഠിക്കരുത്. പൂർണ്ണാന്തരിക പ്രതിഫലനത്തിലാണ് എന്ത് വരുന്നത്? മരീചിക വരുന്നത്. ഓക്കെ. അപ്പം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, ജലത്തിൽ താഴ്ത്തി വെച്ചിരുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നത്, സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന്, ഇതിനെല്ലാം കാരണം എന്താണ്? അപവർത്തനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് അപവർത്തനാങ്കം. അപവർത്തനാങ്കം എന്താണ്? അപവർത്തനാങ്കം എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗതയും മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതം സൂചിപ്പിക്കുന്ന സ്ഥിരസംഖ്യയാണ് അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഓക്കെ. അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗത, ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗത, ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗത ഡിവൈഡഡ് ബൈ മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗത. ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ വേഗത ഡിവൈഡഡ് ബൈ മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗത ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപവർത്തനാങ്കം എന്ന് കിട്ടും. ഓക്കെ. അപ്പം അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗതയും അതുപോലെ മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള അനുപാതമാണ് അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഈ അപവർത്തനാങ്കം ഓരോ മാധ്യമത്തിനും ഓരോ പോലെയായിരിക്കും. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് മാധ്യമങ്ങളുടെ അപവർത്തനാങ്കമാണ് പറയുന്നത്. വായുവിൻ്റെ അപവർത്തനാങ്കം 1.0003. ഓക്കെ. 1.0003 ആണ് വായുവിൻ്റെ അപവർത്തനാങ്കം. അതുപോലെ ഐസിൻ്റെ അപവർത്തനാങ്കം 1.31. ഓക്കെ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത് ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33 ആണ്. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.52. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.42 ആണ്. ഓക്കെ. ഇനി ഒരുപാടുണ്ട് കേട്ടോ. മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം 1.44 ആണ്. അതുപോലെ ഗ്ലിസറിൻ്റെ അപവർത്തനാങ്കം 1.47. സൺഫ്ലവർ ഓയിലിൻ്റെ അപവർത്തനാങ്കം 1.47 ആണ്. ദെൻ ടർപ്പൻറ്റൻ ഓയിൽ അതെല്ലാം എന്താ? 1.47 ആണ്. പിന്നെ പൈറക്സ് ഗ്ലാസ് കേട്ടോ. പൈറക്സ് ഗ്ലാസ് 1.47 ആണ്. ഓക്കെ. അതുപോലെ ക്രൗൺ ഗ്ലാസ് എന്ന് പറയുന്നത് 1.52 ആണ്. ഗ്ലാസിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ 1.52 ആണ്. പ്രകാശ സാന്ദ്രത കൂടിയിട്ടുള്ള ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ 1.62 ആണ് വരുന്നത്. 1.62. ഓക്കെ. അപ്പോൾ ഇതിൽ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത്ര എണ്ണം പഠിക്കുക. വായു 1.0003, ഐസ് 1.31, ജലം 1.33, ഗ്ലാസ് 1.52, വജ്രം 2.42. ഇത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അപവർത്തനാങ്കം ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് വജ്രമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2.42 വരുന്നുണ്ട് വജ്രം അല്ലേ. അപ്പോൾ അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥമാണ് വജ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ അപവർത്തനം എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കാം. അതായത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ടും പോകാം, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ടും പോകാം. അപ്പോൾ ഇത് രണ്ടും പോകുന്ന സമയത്ത് 2 രീതിയിലാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇത് സാന്ദ്രത കൂടുതലാണ്, ഇത് കുറവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാവേ. ഓക്കെ. അപ്പോൾ ഇവിടെ വായുവിനാണ് സാന്ദ്രത കൂടുതൽ. അപ്പോൾ സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്നും ഇവിടെ സാന്ദ്രത കുറവാണ്, ഇവിടെ കൂടിയതാണ് അല്ലേ. ഇവിടെ സാന്ദ്രത കൂടുതൽ, ഇവിടെ സാന്ദ്രത കുറവ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ആദ്യം പതിക്കുന്നത് ഇങ്ങനെ വന്നു, എന്നിട്ട് ഇതിങ്ങനെ പോയി. നമ്മളിവിടെ ഒരു ലംബം വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇവിടെ ലംബം വരച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് വരുന്ന സമയത്ത്
ലംബത്തിൽ നിന്നും ഈ പതനരശ്മി അകലുകയാണ് ചെയ്യുന്നത്. ഞാൻ വരച്ചതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ 2 പിക്ചർ വരച്ചിട്ടുണ്ട്. ഇവിടെ പ്രകാശരശ്മി എവിടെ നിന്നാ? കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ടാണ് ചെരിഞ്ഞു പതിക്കുന്നത്. ഈ കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് പതിച്ചപ്പോൾ ഇവിടെ ലംബം കണ്ടോ? ഈ ലംബത്തിൽ നിന്നും ഇത് അകലുകയാണ് ചെയ്തത് അല്ലേ? ഇതാണ് നമ്മുടെ ലംബം എന്ന് പറയുന്നത്. കൂടിയതിൽ നിന്നും കുറഞ്ഞതിലോട്ട് പതിച്ചപ്പോൾ ലംബത്തിൽ നിന്നും അകലുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത് കുറഞ്ഞ മാധ്യമമാണ്. ഈ കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ടാണ് പതിച്ചത്. അപ്പോൾ ഈ പ്രകാശരശ്മി എന്ത് ചെയ്തു? ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 തരത്തിലാണ് ഈ അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് പ്രകാശം പതിക്കുന്ന സമയത്ത് അപവർത്തന രശ്മിയുടെ പാത ലംബത്തിൽ നിന്ന് എന്ത് ചെയ്തു? അകന്നു നിൽക്കുകയാണ് ചെയ്തത്. കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ട് പോയപ്പോൾ ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ് അപവർത്തനം ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലുള്ള പതന കോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപവർത്തനം എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ഈ അപവർത്തനാങ്കം നമ്മൾ പറഞ്ഞല്ലോ, ഈ അപവർത്തനാങ്കവും തരംഗ ദൈർഘ്യവും തമ്മിലൊരു ബന്ധമുണ്ട്, അതും കൂടെ പഠിക്കണം. അപവർത്തനാങ്കവും തരംഗ ദൈർഘ്യവും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലാസ് റൂം സെഷനായിട്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് വേണം എന്നുള്ളവർ കണ്ടു നോക്കാം. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബോർഡിൽ ചിത്രമൊക്കെ വരച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപവർത്തനാങ്കവും തരംഗ ദൈർഘ്യം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തരംഗ ദൈർഘ്യം കൂടുതലുള്ളത്, ഇവിടെ നോക്കാം, തരംഗ ദൈർഘ്യം കൂടുതൽ ആർക്കാണ്? ചുവപ്പിനാണ് അല്ലേ? തരംഗ ദൈർഘ്യം കൂടുതലുള്ളത് ആർക്കാണ്? ചുവപ്പിനാണ്. അപ്പം തരംഗ ദൈർഘ്യം കൂടുതൽ ഉള്ള ആൾക്ക് എന്ത് കുറയും? അപവർത്തനാങ്കം കുറയും. ഓക്കെ, അപവർത്തനാങ്കം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടെ ചുവപ്പിനാണ് അപവർത്തനാങ്കം ഏറ്റവും കുറവ്. എന്തുകൊണ്ടാണ്? തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ആർക്കാണ്? ചുവപ്പിനാണ്. അപ്പം തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പിന് അപവർത്തനാങ്കം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ആർക്കാണ്? ഏറ്റവും കുറവ് തരംഗദൈർഘ്യം വരുന്നത് വയലറ്റിനാണ്. അപ്പോൾ വയലറ്റിനായിരിക്കും അപവർത്തനാങ്കം എന്ത്? ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ തരംഗദൈർഘ്യം കൂടുതലുള്ള ആൾക്ക് അപവർത്തനാങ്കം കുറവും, തരംഗദൈർഘ്യം കുറവുള്ള ആൾക്ക് അപവർത്തനാങ്കം കൂടുതലുമായിരിക്കും. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉള്ളത്? ചുവപ്പിനാണ് ഉള്ളത്. അപ്പോൾ അതിന് അപവർത്തനാങ്കം കുറവായിരിക്കും. ഇനി ഏറ്റവും കുറവ് തരംഗദൈർഘ്യം ഉള്ളത് ആർക്കാണ്? വയലറ്റിനാണ്. അപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ അപവർത്തനാങ്കം ഉള്ളത് വയലറ്റിനായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു റിലേഷനും കൂടെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപവർത്തനം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വിസരണം. എന്താണ് വിസരണം എന്നുള്ളത് നമുക്ക് നോക്കാം. വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാവുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനത്തെയാണ് വിസരണം എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാവുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? വിസരണം. അപ്പോൾ ഈ വിസരണം മനസ്സിലാവാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം, ആകാശ നീലിമയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വിസരണം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അതുപോലെ തന്നെ ആഴക്കടൽ, നമ്മുടെ കടലിൻ്റെ നീല നിറയ്ക്ക്, ആഴക്കടലിൻ്റെ നീലിമയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിസരണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം, ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? വിസരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം, ആഴക്കടലിൻ്റെ നീല നിറത്തിന് കാരണം, അതുപോലെ തന്നെ ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഇത്രയും എന്താണ്? വിസരണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഇനി ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് കൂടുന്നു. ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വിബ്ജിയോർ അല്ലേ, നമുക്കറിയുന്നതാണ്. വിബ്ജിയോർ ആണ്. അപ്പം അതിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ആളാണ് റെഡ് അല്ലേ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിനും തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനുമാണ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് കൂടുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിസരണ നിരക്കുള്ളത് ആർക്കാണ്? വയലറ്റിനാണ്. എന്തുകൊണ്ടാ? തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ്. അതുകൊണ്ട് തന്നെ വിസരണം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? വയലറ്റിനായിരിക്കും. വിസരണ നിരക്ക് ഏറ്റവും കുറവായിരിക്കും ചുവപ്പിനായിരിക്കും അല്ലേ. വിസരണം ഏറ്റവും കുറവ് ചുവപ്പിനാണ്. എന്തുകൊണ്ടാ? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പിനായതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു കടലിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ് എന്ന് പറഞ്ഞു. ഈ കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആര്? CV രാമൻ. CV രാമനാണ് കടലിന്റെ നീലനിറത്തിനുള്ള വിശദീകരണം നൽകിയത്. ഈ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണവും വിസരണമാണ്. ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ്? ലോർഡ് റെയ്ലി ആണ് കേട്ടോ. ലോർഡ് റെയ്ലി ആണ് ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഇനി ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താ? ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പ് നിറമാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത് നിറമാണ്? കറുപ്പ് നിറമാണ്. എന്തുകൊണ്ടാണ്? ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് പ്രകാശത്തിന്റെ വിസരണം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത് ആവാൻ കാരണം? കറുപ്പ് നിറമാവാൻ കാരണം. അപ്പൊ ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പ് നിറമാവാൻ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ വിസരണം സാധ്യമാകുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. വലുപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? വിസരണം കൂടും. വലുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ വിസരണം കുറയും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. കിട്ടിയില്ലേ? വിസരണം എന്താണെന്ന് മനസ്സിലായി. അടുത്തത് പ്രകാശ പ്രകീർണനമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പ്രകാശ പ്രകീർണനം. പ്രകാശ പ്രകീർണനം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ഘടകവർണ്ണങ്ങൾ ഏതാന്ന് പറഞ്ഞല്ലോ? വിബ്ജിയോർ. അപ്പോൾ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തെയാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത് ആരാണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ ആണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്ന ഈ ഒരു ഇത് കണ്ടെത്തിയത്. പ്രകാശ പ്രകീർണനം ഡിസ്പേർഷൻ കണ്ടെത്തിയത് ന്യൂട്ടൺ ആണ്. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം നടക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താ അപവർത്തനം എന്ന് പറഞ്ഞപ്പോൾ മഴവില്ല് കേട്ടോ, നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഈ മഴവില്ല് ഉണ്ടാവുന്നത് പ്രകീർണനം മൂലമാണ്. ഓക്കെ, പ്രകീർണനം മൂലമാണ് എന്തുണ്ടാവുന്നത്? മഴവില്ല് ഉണ്ടാവുന്നത്. ഈ മഴവില്ല് ഉണ്ടാവാൻ കാരണമായ പ്രകീർണനം നടക്കുന്നത് എന്ത് മൂലമാണ്? അത് അപവർത്തനം മൂലമാണ്. ഈ 2 പോയിന്റ് ഇത് കൺഫ്യൂഷൻ ആവരുത്, പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മഴവിൽ ഉണ്ടാവാൻ കാരണമായ പ്രകീർണനം സംഭവിക്കുന്നത് അപവർത്തനം മൂലമാണ്. ധവളപ്രകാശങ്ങളിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം ഉണ്ടാവുന്നത് കൊണ്ടാണ് പ്രകീർണനം സംഭവിക്കുന്നത്. ആ പ്രകീർണനം മൂലമാണ് എന്തുണ്ടാവുന്നത്? മഴവില്ല് ഉണ്ടാവുന്നത്. അപ്പം മഴവില്ലിന് കാരണമായ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകീർണനമാണ്. ഈ പ്രകീർണനം സംഭവിക്കാനായിട്ട് കാരണമായിട്ടുള്ള പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ 7 നിറങ്ങൾ കണ്ടെത്തിയത് ആര് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ് കണ്ടെത്തിയത്. സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ 7 ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നു അല്ലേ? അതേതൊക്കെയാണ്? ഈ പറയുന്ന നിറങ്ങളാണ്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, ഓറഞ്ച് അല്ലെ, മഞ്ഞ, ചുവപ്പ്. ഇത്രയുമാണ് 7 നിറങ്ങൾ. അതിൽ തരംഗദൈർഘ്യം കൂടിയത് നമ്മൾ പറഞ്ഞു ചുവപ്പാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ്? വയലറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രകാശ പ്രകീർണനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശരശ്മികൾ
അൾട്രാവയലറ്റ് കിരണങ്ങളും ഗാമ കിരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് പ്രകാശരശ്മികൾ. പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ മൃദുലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശരശ്മികൾ എവിടെയൊക്കെ? പൊട്ടാസ്യം, സീസിയം, സിങ്ക്, പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ മൃദു ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ത് ചെയ്യുന്നത്? ആവിഷ്കരിച്ചത്. എന്നാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അതിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് എന്നാണ് 1887 ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിന് അതിനുവേണ്ടി 1921 എന്ത് ലഭിച്ചിട്ടുണ്ട്? നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസമായിരുന്നു എന്ത്? ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ ഇന്നത്തേത്. അപ്പോൾ മാക്സിമം റിലേറ്റഡ് പോയിന്റ്സ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്